കൂടുതൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ്. കോൺഗ്രസ് മാത്രമല്ല, ഇന്നിപ്പോൾ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം കൂടി ഇന്ന് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നു എന്നുള്ളതാണ്. അതിന്റെ വിശദാംശങ്ങളുമായി വിഷ്ണു സുരേഷ് കൊച്ചിയിൽ ചേരുന്നു. വിഷ്ണു, ജോസഫുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് നടത്തിയ ചർച്ചകൾ, ഉഭയകക്ഷി ചർച്ചകളിലൊക്കെ ഒരു അന്തിമ ധാരണ ഇന്നലത്തോടുകൂടി ആയിട്ടുണ്ടായിരുന്നു. ഇന്നലെ ജോസഫിന്റെ പ്രതികരണത്തിൽ പറഞ്ഞത് ചില വിട്ടുവീഴ്ചകൾ വേണ്ടിവരും, അത് സ്വാഭാവികമാണ്, അതുണ്ടാകും. എന്തായാലും നാളെ കൃത്യമായി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞിരുന്നു ഇന്നലെ. അത് സംബന്ധിച്ച് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ എന്താണ്? ആരൊക്കെ എവിടെയൊക്കെയാണ്? പ്രജിൻ, ഇപ്പോഴും ഒരു സസ്പെൻസ് തുടരുകയാണ് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന്റെ സ്ഥാനാർത്ഥി നിർണ്ണയവുമായി ബന്ധപ്പെട്ട്. കഴിഞ്ഞ തവണ 10 സീറ്റിലാണ് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം മത്സരിച്ചത്. പക്ഷേ ഇത്തവണ അത് 8ലേക്ക് ചുരുങ്ങുമോ എന്നുള്ളതാണ് ഏറ്റവും ആകാംക്ഷയുള്ള കാത്തിരിപ്പ്. കാരണം ഇടുക്കിയും അതോടൊപ്പം തന്നെ ജോസഫ് വിഭാഗം മത്സരിച്ച ഏറ്റുമാനൂരും, അത് രണ്ടും വേണമെന്നാണ് കോൺഗ്രസിന്റെ ആവശ്യം. നേരത്തെ ഇന്നലെ പി ജെ ജോസഫ് തന്നെ പ്രതികരിച്ച ഘട്ടത്തിൽ ഇടുക്കി വിട്ടുകൊടുക്കാം എന്നൊരു സൂചന നൽകിയിരുന്നു. അപ്പോഴും ഏറ്റുമാനൂരിന്റെ കാര്യത്തിൽ ഒരു വ്യക്തത വന്നിരുന്നില്ല. ഇപ്പോൾ ഇടുക്കിയും ഏറ്റുമാനൂരും വിട്ടുകൊടുക്കുകയാണെങ്കിൽ അവർക്ക് കാഞ്ഞിരപ്പള്ളി അടക്കമുള്ള സീറ്റുകൾ വേണം എന്നും അവർ ആവശ്യമായി മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലൊരു ചർച്ച, അതിലൊരു തീരുമാനത്തിലേക്ക് ഇന്ന് രാവിലെയോടുകൂടി എത്തും എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. അതിനുശേഷം ഇന്ന് വൈകിട്ടായിരിക്കും സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകുക. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത് തൊടുപുഴയിൽ ആര് എന്ന ചോദ്യമാണ്. തൊടുപുഴയിൽ കഴിഞ്ഞ നാളുകളൊക്കെ പി ജെ ജോസഫിന്റെ മണ്ഡലമായി അറിയപ്പെടുന്ന ഒരു സ്ഥലമാണ്. പക്ഷേ ഇത്തവണ അവിടെ പി ജെ ജോസഫ് മത്സരിക്കുമോ അതല്ലാതെ അബു ജോൺ ജോസഫ് മത്സരിക്കുമോ എന്നുള്ളത് ഏറെ ശ്രദ്ധേയമായ കാര്യമാണ്. ഇന്നലെ പി ജെ ജോസഫിനോട് ഇക്കാര്യം ചോദിച്ചപ്പോൾ അത് ഇന്ന് വ്യക്തമാകുമല്ലോ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി. അപ്പോൾ ഒരുപാട് സസ്പെൻസുകൾ ഉണ്ട് ഈ സ്ഥാനാർത്ഥി നിർണ്ണയവുമായി ബന്ധപ്പെട്ട്. അവരുടെ മണ്ഡലങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളത് ബന്ധപ്പെട്ടത് ഇന്ന് വൈകിട്ടോടുകൂടിയായിരിക്കും അറിയാൻ സാധിക്കുക. സ്റ്റാറ്റസ് കോ നിലനിർത്തുമോ, അതായത് 10 സീറ്റ് നിലനിർത്തുമോ, അതല്ലെങ്കിൽ 8ലേക്ക് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന് ഒതുങ്ങേണ്ടി വരുമോ എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഒപ്പം പി ജെ ജോസഫിന്റെ സ്ഥാനാർത്ഥി ദൗത്യവും കൗതുകമായി നിലനിൽക്കുന്നു. വൈകിട്ട് കോട്ടയത്താണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.